ഹലോ എവ്രി വൺ, വെൽക്കം ടു ഐസർ തിരുവനന്തപുരം. നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത് ഐസർ തിരുവനന്തപുരത്തിൻ്റെ ഒരു വിർച്വൽ ടൂറാണ്. ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റ് ഐസർ ക്യാമ്പസിൽ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഐസറിൽ എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു മാപ്പാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ എവിടെയൊക്കെയാണ് എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഐസറിൻ്റെ അകത്തുള്ളത് എന്നുള്ളൊരു കംപ്ലീറ്റ് വിർച്വൽ ടൂർ എന്ന് പറയുന്ന ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ അഥവാ ട്രിവാൻഡ്രം സെൻട്രൽ. ഐസർ തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള റെയിൽവേ സ്റ്റേഷനാണ് ട്രിവാൻഡ്രം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. റെയിൽവേ സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്തായി നമുക്ക് KSRTC ബസ് സ്റ്റാൻഡ് കാണാൻ പറ്റും. തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് നിന്നാണ് ഐസർ ക്യാമ്പസിലേക്കുള്ള ബസ് നമ്മൾ കയറേണ്ടത്. ജേഴ്സി ഫാം, ബോണക്കാട് പോകുന്ന ബസ്സുകളിൽ നമ്മൾ കയറുകയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ്ലി ഐസറിലേക്ക് എത്താം. ഇനി ആ ബസ് കിട്ടുന്നില്ല എങ്കിൽ വിതുര എത്തി വിതുരയിൽ നിന്ന് ജേഴ്സി ഫാമിലേക്കോ ബോണക്കാടിലേക്കോ ഉള്ള ബസ് പിടിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വിതുരയിൽ നിന്നും ഏകദേശം 6 കിലോമീറ്ററേ ഉള്ളൂ, ഒരു ഓട്ടോ പിടിച്ചു നമുക്ക് ഐസറിലേക്ക് എത്താം. ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്നും നേരിട്ട് ഐസറിലേക്ക് എത്താൻ പറ്റുന്ന ബസ്സുകളുടെ ടൈം ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കിത് റെഫറൻസ് ആയിട്ട് ഉപയോഗിക്കാം. തമ്പാനൂർ സെൻട്രലിൽ നിന്നും 41.5 കിലോമീറ്ററാണ് ഐസർ ക്യാമ്പസിലേക്കുള്ള ദൂരം. ഇതിന് ബസ്സിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 2-2.25 മണിക്കൂറിൻ്റെ അടുത്ത് സമയമെടുക്കും. ഐസറിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ മുന്നിൽ തന്നെ ബസ് ഇറങ്ങാവുന്നതാണ്. ഈ മെയിൻ ഗേറ്റ് തുറന്ന് നമ്മൾ ചെല്ലുന്നത് 200 ഏക്കറിൽ വിശാലമായി കിടക്കുന്ന ഐസർ ക്യാമ്പസിൻ്റെ അകത്തേക്കാണ്. ഇതാണ് ഐസറിൻ്റെ രണ്ടാമത്തെ ഗേറ്റ്. ഈ ഗേറ്റിൽ സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ടാവും. ഇൻ്റർവ്യൂവിന് വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും സ്റ്റുഡൻസിനെ കാണാൻ വരുന്ന വിസിറ്റേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഈ ഒരു സെക്യൂരിറ്റി ചെക്കപ്പിന് ശേഷം മാത്രമേ അകത്തേക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. സെക്കൻഡ് ഗേറ്റ് കഴിഞ്ഞ് വരുമ്പോൾ 2 വഴികളാണുള്ളത്. വലത്തോട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഇൻഡോർ സ്റ്റേഡിയം, ഡൈനിങ് ഹാള്, അതുപോലെ റെസിഡൻഷ്യൽ ബ്ലോക്കുകളാണ്. ബാക്കി നമുക്ക് കാണേണ്ട ക്യാമ്പസിൻ്റെ അകത്തുള്ള എല്ലാ ഫെസിലിറ്റീസും നേരെ പോയാലാണ് കാണാൻ പറ്റുക. സോ നമുക്ക് ആദ്യം നേരെ പോവാം. എൻ്റെ പിന്നിലായിട്ട് ആ കാണുന്ന വലിയ കൂട്ടം ബിൽഡിങ്ങുകളാണ് ഐസറിലെ ഹോസ്റ്റലുകൾ. ഐസർ കംപ്ലീറ്റ്ലി റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ്. നമുക്കിതിൻ്റെ പുറത്ത് ഒരിക്കലും താമസിച്ചുകൊണ്ട് ഐസറിൽ പഠിക്കാൻ പറ്റില്ല. എൻ്റെ പിന്നിൽ കാണുന്ന ഈ ബിൽഡിങ്ങും റെസിഡൻഷ്യൽ ബ്ലോക്കുകൾ തന്നെയാണ്, ഹോസ്റ്റൽ തന്നെയാണ്. അതുപോലെ തന്നെ അവിടെ കാണുന്ന ബിൽഡിങ്ങുകളും റെസിഡൻഷ്യൽ ആയിട്ടുള്ള ബ്ലോക്കുകൾ തന്നെയാണ്. ഒരു കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെയാണ് ബോയ്സിനും ഗേൾസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള ഹോസ്റ്റലുകൾ ഉള്ളത്. സോ ഇതാണ് ഒരു ഹോസ്റ്റലിൻ്റെ ഒരു വ്യൂ എന്ന് പറയുന്നത്. അതിമനോഹരമാണ് ഹോസ്റ്റലിൽ നിന്നുള്ള ഈ ഒരു വ്യൂ എന്നത്. ഐസർ വാട്ടർ ഡാം കഴിഞ്ഞ് നേരെ നടക്കുകയാണെങ്കിൽ കാണുന്ന കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വഴി നടന്നു വരുമ്പോൾ നമുക്ക് റിസോർട്ടിനെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ബിൽഡിംഗ് കാണാൻ പറ്റും. ഈ പിന്നിൽ കാണുന്ന ബ്ലോക്കാണ് വിസിറ്റേഴ്സ് ഫോറസ്റ്റ് റിട്രീറ്റ്. അതായത് നമുക്കറിയാം ഐസറിൻ്റെ ക്യാമ്പസിൻ്റെ അകത്തേക്ക് ഒരു സെമിനാർ അവതരിപ്പിക്കാനൊക്കെ പുറത്തു നിന്നൊക്കെ ഫാക്കൽറ്റീസ് വരാറുണ്ട്. അവർക്ക് താമസിക്കാനുള്ള ഒരു റിസോർട്ട് ടൈപ്പ് സെറ്റപ്പാണ് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. അപ്പം പുറത്തു നിന്ന് വരുന്ന ഫാക്കൽറ്റീസിനൊക്കെ താമസിക്കാനുള്ളൊരു സ്ഥലമാണ് വിസിറ്റേഴ്സ് ഫോറസ്റ്റ് റിട്രീറ്റ്. VFRൽ നിന്നും മുന്നോട്ട് പോകാൻ 2 വഴികളാണുള്ളത്. ആദ്യം നമുക്ക് ഇടത്തോട്ടുള്ള വഴിയിലേക്ക് പോവാം. ആ വഴിയിലൂടെ നടന്നു പോകുമ്പോഴും ആദ്യമായിട്ട് നമ്മളെ വെൽക്കം ചെയ്യുന്നത് ഒരു ചെറിയൊരു വാട്ടർഫോൾസ് ആണ്. ഇതാണ് നമ്മളുടെ ക്യാമ്പസിൻ്റെ അകത്ത് വരുന്ന ഹെൽത്ത് സെൻറ്റർ അല്ലെങ്കിൽ നമ്മളെ മെഡിക്കൽ സെൻറ്റർ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ ഒരു ഫസ്റ്റ് ലെവൽ ഓഫ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് നമുക്ക് ചെറിയ എന്തെങ്കിലും ഒരു ഇഞ്ചുറി വരികയാണെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട എല്ലാ ഇഷ്യൂസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്നാൽ മതി. ഒരിക്കലും പുറത്തൊരു ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം വരുന്നില്ല. ക്യാമ്പസിൻ്റെ അകത്തുള്ള മെഡിക്കൽ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ശരിക്കും അടിപൊളി ഫെസിലിറ്റീസ് ആണ് അകത്തുള്ളത്. അഡ്മിഷൻ ആണെന്നുണ്ടെങ്കിലും കൊറോണേൻ്റെ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഐസൊലേഷൻ വാർഡായിട്ടും ഒക്കെ ഈ ഹെൽത്ത് സെൻറ്റർ മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി ഹെൽത്ത് കെയർ സിസ്റ്റം ഐസറിൻ്റെ അകത്തുണ്ട്. മെഡിക്കൽ സെൻറ്ററിൻ്റെ നേരെ മുൻവശത്തായി നമുക്ക്
നമുക്ക് ഷോപ്പിംഗ് കോംപ്ലക്സ് കാണാൻ സാധിക്കും. ഇതാണ് നമ്മളുടെ ക്യാമ്പസിൻ്റെ അകത്തുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ്. നമ്മളുടെ അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, അതായത് പുസ്തകം, പെൻസില്, പെന്ന്, അതുപോലെയുള്ള കാര്യങ്ങളും ഹോസ്റ്റലിലേക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റേഷനറി കാര്യങ്ങളും എല്ലാം ഈ കോംപ്ലക്സിൻ്റെ അകത്ത് തന്നെ ഉണ്ടായിരിക്കും. അതേപോലെ ബ്യൂട്ടി പാർലർ. അപ്പം നമുക്ക് വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം പുറത്തേക്ക് പോയാൽ മതി എന്നുള്ളതാണ് ഈ ഒരു ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സിൻ്റെ മുന്നിലുള്ള വഴിയിലൂടെയാണ് നമ്മൾ ഇപ്പോൾ നടക്കുന്നത്. ഐസറിൻ്റെ ക്യാമ്പസ് എന്ന് പറയുന്നത് ആക്ച്വലി ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. ഏകദേശം സിറ്റിയിൽ നിന്നൊരു 40 കിലോമീറ്ററൊക്കെ മാറിയിട്ടാണ് നമ്മുടെ ഐസർ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേറെ സിറ്റീൻ്റെതായിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്ത ശാന്തമായിട്ടുള്ളൊരു ഏരിയയിലാണ് ഐസർ ഉള്ളത്. സോ ഭയങ്കര റിലാക്സിങ് ആണ് ഇവിടെ ഉള്ളൊരു അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ചുമ്മാ നമ്മൾ ഇതിലൂടെയൊക്കെ നടക്കുമ്പോൾ തന്നെ നമുക്കൊരു വേറെ ഒരു ഡിസ്റ്റർബൻസും ഫീൽ ചെയ്യില്ല. ഭയങ്കര ശാന്തമായിട്ടുള്ളൊരു ക്യാമ്പസാണ്. ഇവിടെ നിന്ന് കുറച്ചുകൂടെ മുൻവശത്തേക്ക് നമ്മൾ നടക്കുമ്പം ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെയാണ് ഐസറിൻ്റെ അകത്തുള്ള പ്ലേ ഗ്രൗണ്ട് വരുന്നത്. ഇവിടെയാണ് ഇൻ്റർ ഐസർ സ്പോർട്സ് മീറ്റ് പോലുള്ള സ്പോർട്സ് ഈവൻറ്റുകളെല്ലാം കണ്ടക്ട് ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ഇവിടെ സ്റ്റുഡൻസിനായാലും അതുപോലെ ഫാക്കൽറ്റി മെമ്പേഴ്സ് ആയെങ്കിലും ഒക്കെ ഇവിടെ വന്ന് കളിക്കാറുണ്ട്. അതുപോലെ തന്നെ അത്ലറ്റിക്സും വേറെ സ്പോർട്സ് മീറ്റുകളെല്ലാം നടക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതൊരു മെയിൻ ഏരിയയാണ് ഈ നമ്മളുടെ ഒരു ക്യാമ്പസിൻ്റെ. ഫുട്ബോൾ ഗ്രൗണ്ടും കഴിഞ്ഞ് ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഫാക്കൽറ്റീസ് താമസിക്കുന്ന റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളായിരിക്കും കാണാൻ സാധിക്കുക. അപ്പം ഇവിടെയാണ് ഫാക്കൽറ്റീസിനൊക്കെ ഉള്ള റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ അവർക്കുള്ള സ്കൂളിങ്, ഫാക്കൽറ്റീസിൻ്റെയൊക്കെ മക്കൾക്ക് പഠിക്കാനുള്ള സ്കൂളിങ്ങും മുകളിൽ കാണാൻ പറ്റും. അതേപോലെ ഫാമിലിക്ക് ഒരു പ്ലേ ഏരിയ നമുക്ക് പിൻവശത്തായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ആക്ച്വലി ഈ ഒരു റെസിഡൻഷ്യൽ ഏരിയയോട് കൂടിയിട്ടാണ് ക്യാമ്പസിൻ്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ ബ്ലോക്കിൽ നിന്നും തിരിച്ച് നമ്മൾ നടന്ന് വീണ്ടും VFRൻ്റെ മുൻവശത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി VFRൻ്റെ മുന്നിലുള്ള രണ്ടാമത്തെ വഴിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ഈ വഴിയിലൂടെ പോയാൽ നമുക്ക് ആദ്യം കാണാൻ സാധിക്കുന്നത് ഐസറിൻ്റെ സെൻട്രൽ ലൈബ്രറിയാണ്. നമ്മളുടെ ക്യാമ്പസിൻ്റെ അകത്തുള്ള സെൻട്രൽ ലൈബ്രറിയാണ് ഇവിടെ കാണുന്നത്. ഒരു ടിപ്പിക്കൽ ലൈബ്രറി പോലെ ഒരുപാട് ഫിസിക്കൽ ബുക്സിൻ്റെ ഒന്നും കളക്ഷൻ അല്ല സെൻട്രൽ ലൈബ്രറീൻ്റെ അകത്തുള്ള, ഐസറിൻ്റെ ലൈബ്രറീൻ്റെ അകത്തുള്ള. പകരം നമുക്ക് ഒരുപാട് ഓൺലൈൻ റിസോഴ്സുകളിലുള്ള പുതിയ പബ്ലിക്കേഷൻസ് ആയിക്കോട്ടെ, പുതിയ ജേർണലുകളിലേക്കൊക്കെ ഉള്ള ഫ്രീ ആക്സസ് ആണ് ഇവിടുന്ന് കിട്ടുന്നത്. ഫിസിക്കൽ ബുക്സ് തീരെ ഇല്ല എന്നുള്ളതല്ല, ഫിസിക്കൽ ബുക്സ് ആവശ്യത്തിനുള്ള ഫിസിക്കൽ ബുക്സ് ഉണ്ട്. മോർ ദാൻ ദാറ്റ് ഓൺലൈൻ ആക്സസ് ആണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. പരീക്ഷേൻ്റെ സമയത്തൊക്കെ കുട്ടികൾ വന്ന് ഒരു കാം അറ്റ്മോസ്ഫിയറിൽ പഠിക്കാനൊക്കെ സെൻട്രൽ ലൈബ്രറി ഉപയോഗിക്കാറുണ്ട്. സോ അടിപൊളി ഒരു ആംബിയൻ്റ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ തന്നെയാണ് ഈ ലൈബ്രറീൻ്റെ അകത്ത്. സെൻട്രൽ ലൈബ്രറി കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ചെറിയൊരു ഈറ്ററി കാണാൻ പറ്റും. അതുപോലെ ഒരു വോളിബോൾ ഗ്രൗണ്ട്, ഒരു കൊക്കോ ഗ്രൗണ്ട്, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇനിയും കുറച്ചും കൂടെ മുന്നോട്ട് പോയാൽ നമുക്കൊരു പാർക്ക് പോലെയുള്ളൊരു സ്ഥലം കാണാൻ പറ്റും. ഇത് ഐസറിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസാണ്, ഒരു പാർക്ക് പോലെയൊക്കെ. ഇവിടെ രാവിലെ ഫാക്കൽറ്റീസൊക്കെ നടക്കാൻ വരുന്നൊരു സ്ഥലമാണ്. അതായത് നമുക്കൊരു കാമായിട്ട് ഫ്രണ്ട്സിനോടൊക്കെ സംസാരിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണിത്. പിന്നെ ഇതിൻ്റെ തൊട്ട് മുൻവശത്തായിട്ട് ഒരു കഫേ ഉണ്ട്. ചെറിയ രീതിയിൽ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാനൊക്കെ നമുക്ക് ആ കഫേയിൽ പോയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് നല്ലൊരു മൊമെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഒരു പ്ലേസ് എന്ന് പറയുന്നത്. പാർക്കും കഴിഞ്ഞ് നേരെ ഒരു അല്പം മുന്നോട്ട് വന്നാൽ നമ്മൾ കാണുന്നത് പിന്നെ സെൻട്രൽ ഡൈനിങ് ഹാളാണ്. ഇതാണ് നമ്മളുടെ ക്യാമ്പസിൻ്റെ അകത്തുള്ള മെയിൻ മെസ് ഹൗസ് എന്ന് പറയുന്നത്. സ്റ്റുഡൻസിനുള്ളയും ഫാക്കൽറ്റീസിൻ്റെയൊക്കെ ഫുഡ് ഇവിടെയാണ് ഉണ്ടാവുക. അപ്പോൾ അത് ഭയങ്കര സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മെസ്സ് തന്നെയാണ്. അടിപൊളി ഡിഷസാണ് ഉണ്ടാവുക. നോർത്ത് ഇന്ത്യൻ ആയിട്ടുള്ള ഡിഷസ് ഉണ്ടാവും, അതേപോലെ സൗത്ത് ഇന്ത്യൻ ഡിഷസ് ഉണ്ടാവും. സെപ്പറേറ്റ് ആയിട്ടുള്ള മെനു ഉണ്ടാവും. ആഴ്ചയിലെ ഡിഫറെൻറ്റ് ഡേയ്സിൽ ഡിഫറെൻറ്റ് മെനൂസ് ആയിരിക്കും. അതുപോലെ റിപ്പീറ്റിംഗ് ആയിട്ടുള്ള മെനൂസ് ഒന്നുമില്ല. മെസ്സിൽ നിന്ന് നോക്കിയാൽ അക്കാഡമിക് ബ്ലോക്സിലേക്ക് പോകുന്ന ഈ ഒരു വാക്ക് വേ നമുക്ക് കാണാൻ പറ്റും. വാക്ക് വേയിലൂടെ നടക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. വാക്ക് വേയിൽ സ്റ്റെപ്പ് കയറി വന്നാൽ നമ്മൾ ആദ്യം കാണുന്ന അക്കാഡമിക് ബ്ലോക്ക് സ്കൂൾ ഓഫ് കെമിസ്ട്രിയാണ്. സ്കൂൾ ഓഫ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നേരെ എതിർവശത്തായി സ്കൂൾ ഓഫ് ഫിസിക്സ് നമുക്ക് കാണാൻ സാധിക്കും. സ്കൂൾ ഓഫ് ഫിസിക്സിൻ്റെ പിൻവശത്തായി കാണുന്ന ബിൽഡിംഗാണ് ലെക്ചർ ഹാൾ കോംപ്ലക്സ്. ആദ്യത്തെ 2 വർഷങ്ങളിലുള്ള എല്ലാ ക്ലാസ്സുകളും എടുക്കുന്നത് ഈ ലെക്ചർ ഹാൾ കോംപ്ലക്സിലാണ്.
2000 കുട്ടികളെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ലെക്ചർ ഹാൾ കോംപ്ലക്സിനുണ്ട്. വാക്ക് വേ കഴിഞ്ഞ് വരുമ്പോൾ നമ്മളുടെ നേരെ മുന്നിലുണ്ടാവുക സ്കൂൾ ഓഫ് കെമിസ്ട്രി ആണെന്ന് നമ്മൾ കണ്ടു. അവിടെ നിന്ന് വലത്തോട്ട് പോയാൽ നേരെ മുകൾ വശത്തായി സ്കൂൾ ഓഫ് ബയോളജി കാണാൻ സാധിക്കും. ഇപ്പം നമ്മൾ എത്തിയിരിക്കുന്നത് അക്കാഡമിക് ബ്ലോക്സിലേക്കാണ്. നമ്മൾ ഏറ്റവും താഴെ കണ്ടതാണ് സ്കൂൾ ഓഫ് ഫിസിക്സ്. അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ബ്ലോക്കാണ് സ്കൂൾ ഓഫ് കെമിസ്ട്രി. ഇപ്പം എൻ്റെ പിന്നിലായിട്ട് കാണാൻ പറ്റുന്ന ഈ ബ്ലോക്കാണ് സ്കൂൾ ഓഫ് ബയോളജിയുടെ ബ്ലോക്ക്. ഐസറിൽ ജോയിൻ ചെയ്തിട്ട് ആദ്യത്തെ 2 വർഷത്തെ കോഴ്സുകൾ ഈ ബ്ലോക്കിലല്ല നടക്കാറുള്ളത്. മേജറായി സ്പെഷ്യലൈസ് ചെയ്തതിന് ശേഷമുള്ള സ്പെസിഫിക് ക്ലാസ്സുകളാണ് ഈ ബ്ലോക്കുകളിൽ നടക്കുക. ആദ്യത്തെ 2 വർഷത്തെ ക്ലാസ്സുകൾ നടക്കുന്നത് വേറെ സെപ്പറേറ്റ് ഒരു ബിൽഡിങ്ങിലാണ്. നമ്മൾ ഓൾറെഡി കണ്ടു, അത് അക്കാഡമിക് ബ്ലോക്കാണ്. നമ്മൾ ഈ കണ്ട അക്കാഡമിക് ബ്ലോക്കുകളുടെ അകത്താണ് എല്ലാ ഫാക്കൽറ്റികളുടെയും ലാബ് ഉള്ളത്. അതിൻ്റെ അകത്ത് തന്നെയാണ് PhD സ്റ്റുഡൻസ് ആണെങ്കിലും IPHD സ്റ്റുഡൻസ് ആണെങ്കിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇനി നമ്മളിപ്പോൾ ഈ പറഞ്ഞ ഈ ലാബുകളിൽ തന്നെയാണ് 5th ഇയർ ആയിട്ടുള്ള ഒരു മേജർ പ്രൊജക്റ്റ് നമുക്കറിയാം 5th ഇയറിൽ ചെയ്യണം. ആ മേജർ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഈ ലാബുകളിൽ തന്നെയായിരിക്കും. സ്കൂൾ ഓഫ് ബയോളജിയുടെ നേരെ മുൻവശത്തായി നമുക്കൊരു അനിമൽ ഫെസിലിറ്റി ബ്ലോക്ക് കാണാൻ സാധിക്കും. ഈ കാണുന്ന അനിമൽ ഫെസിലിറ്റി ബിൽഡിങ്ങിലാണ് നമ്മൾക്ക് എക്സ്പെരിമെൻറ്റിന് ആവശ്യമായിട്ടുള്ള ആനിമൽസിനെ വളർത്തുന്നത്. ബയോളജി ബ്ലോക്കിൻ്റെ മുന്നിലുള്ള ഈ റോഡിലൂടെ ഇനിയും നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ സെൻട്രൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ഫെസിലിറ്റി ബിൽഡിങ്ങിലേക്കാണ് നമ്മൾ എത്തിച്ചേരുന്നത്. ഈ ബ്ലോക്കിനകത്താണ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഭീമമായിട്ടുള്ള മെഷീൻസ്, NMR സ്പെക്ട്രോസ്കോപ്പി പോലെയുള്ള മെഷീൻസ് ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ സൂപ്പർ കമ്പ്യൂട്ടറുകളും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും. സിഫോടുകൂടി ഐസറിൻ്റെ ഒരു ഭാഗം അവസാനിക്കുകയാണ്. സോ നമുക്ക് മെസ്സിലേക്ക് വാക്ക് വേ വഴി തിരിച്ച് നടക്കാം. മെസ്സിൻ്റെ മുന്നിൽ കാണുന്ന ഈ ബിൽഡിങ്ങുകളെല്ലാം റെസിഡൻഷ്യൽ ബ്ലോക്കുകളാണ്. ഈ ഹോസ്റ്റലുകൾക്കിടയിലുള്ള വഴിയിലൂടെയാണ് നമ്മൾ തിരിച്ചിറങ്ങുന്നത്. അതായത് ഇനി നമ്മൾ എത്തുന്നത് സെക്കൻഡ് ഗേറ്റിലേക്കാണ്. സെക്കൻഡ് ഗേറ്റ് കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ 2 വഴികളാണ് ഉണ്ടായിരുന്നത്. ആദ്യം നമ്മൾ നേരെയുള്ള വഴിയിൽ പോയി തിരിച്ചിപ്പോൾ വന്നു. ഇനി നമ്മൾ പോകുന്നത് വലതുവശത്തേക്കാണ്. നേരത്തെ വാട്ടർഫോളിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ കണ്ടൊരു വ്യൂ എന്ന് പറയുന്നത് ഈ ഒരു റെസിഡൻഷ്യൽ ബ്ലോക്കുകളായിരുന്നു. അപ്പം ഇതാണ് നമ്മളുടെ ഹോസ്റ്റൽ. ആ ഒരു പോയിന്റിൽ നമ്മൾ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ട് വശത്ത് എത്തി നിൽക്കുകയാണ്. ഇനി ഹോസ്റ്റലിൻ്റെ തൊട്ട് സൈഡിലായിട്ട് നമുക്ക് ഇൻഡോർ സ്റ്റേഡിയം കാണാൻ പറ്റും. എൻ്റെ പിന്നിൽ ഇപ്പോൾ കാണുന്നതാണ് ഇൻഡോർ സ്റ്റേഡിയം. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അകത്ത് ഇൻഡോർ സ്പോർട്ടുകളായിട്ടുള്ള ബാഡ്മിൻ്റൺ, അതുപോലെ ഇൻഡോർ ബാസ്കറ്റ് ബോളിൻ്റെ ഒരു കോർട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് തന്നെ ജിമ്മും ഉണ്ട്. പിന്നെ അതുപോലെ ഐസർ തിരുവനന്തപുരത്തിൻ്റെ കൾച്ചറൽ ഫെസ്റ്റ് ആയിട്ടുള്ള ഇഷ്യ, അതുപോലെ എല്ലാ സ്റ്റേജഡ് പ്രോഗ്രാംസും നടക്കുന്നത് ഈ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ അകത്ത്. Icer is the heart and soul of Trivandrum. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ സൈഡിലായിട്ട് തന്നെ ടെന്നീസ് കോർട്ടും ബാസ്കറ്റ് ബോൾ കോർട്ടും അതുപോലെ ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യാനുള്ളൊരു ട്രെയിനിങ് നെറ്റ്സും ഒരു വോളിബോൾ കോർട്ടും നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഐസറിൻ്റെ എല്ലാ കാഴ്ചകളും കണ്ട് നമ്മൾ സെക്കൻഡ് ഗേറ്റിൻ്റെ പുറത്തെത്തിയിരിക്കുകയാണ്. ഇനി തമ്പാനൂർ സെൻറ്ററിലേക്ക് തിരിച്ചു പോകാനുള്ള ഡയറക്റ്റ് ബസ്സുകളുടെ സമയവും ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഐസർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ക്യാമ്പസാണ്. ഐസറിൻ്റെ സൗന്ദര്യം അതിൻ്റെ അകത്തുള്ള ജീവജാലങ്ങളോ മരങ്ങളോ കോടയോ മഞ്ഞോ മാത്രമല്ല, അവിടെ പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയുടെയും നല്ല അനുഭവങ്ങളാണ്. ഐസർ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ആണ്. എനിക്ക് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണ്. അപ്പോൾ എൻ്റെ ഒരു ഫാൻറ്റസിക്ക് വളരെയധികം ഒരു ഹെവൻ പോലെ തോന്നിയൊരു സ്ഥലമാണ്. മഹേഷ് ഹരിഹരൻ സാറിൻ്റെ കൂടെയുള്ള പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള PhDs അവരുടെ കൂടെയൊക്കെ നമ്മളൊരു ഫാമിലി പോലെയാണ്. ഇതൊന്നും നമ്മളൊരു പുറത്തൊരു രാജ്യത്ത് പോകുമ്പോൾ കിട്ടില്ല. എല്ലാവരും എത്രയോ ഫ്രണ്ട്സ് ഇവിടെ വന്നാൽ, കേരളത്തിൽ വന്നാൽ ഐസറിൽ പഠിച്ചതാണ് ഇവിടെ വരാതെ പോവുക. അപ്പം ഡെഫിനറ്റ്ലി മിസ് ഐസർ. ആക്ച്വലി ഐ വുഡ് സേ ഐസർ, പ്രിൻസ്റ്റൺ വളരെ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് ആണെന്നാണ് പൊതുവെ ആൾക്കാർ പറയുക. പക്ഷേ ഐസർ അതിനേക്കാളും ബ്യൂട്ടിഫുൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഐസർ തിരുവനന്തപുരത്തിൻ്റെ ഈ ഒരു വിർച്വൽ ടൂറ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഉപയോഗപ്രദമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഫ്രണ്ട്സിനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോനെ പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ്. ആൻഡ് നിങ്ങളുടെ സജഷൻസ് ആർ വെരി വാല്യുബിൾ. അതും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കമൻ്റായിട്ട് അറിയിക്കാവുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.